ക്യാൻസർ ഇന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലാകെ നമ്മൾ നിറഞ്ഞു കേൾക്കുന്ന ഒരു അസുഖമാണ്. എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? WHO കണക്കുകൾ പ്രകാരം ഇപ്പം ഏറ്റവും ലീഡിങ് കോസ് ഓഫ് ക്യാൻസർ റിലേറ്റഡ് ഡെത്ത്, അതായത് ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മരണം, സ്ത്രീകളിൽ ഉണ്ടാകുന്ന മരണം നോക്കുകയാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ കാരണമാണ്. അതുകൊണ്ടാണ് ഇത്ര അധികം പോപ്പുലാരിറ്റി ഈ അസുഖത്തിന്. ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത, വരാതിരിക്കാനുള്ള എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെല്ലാം എല്ലാവർക്കും ചോദ്യങ്ങളാണ്. കാരണം അത്ര അധികം സമൂഹത്തിൽ നമ്മൾ കാണുന്നൊരു അസുഖമാണ്. സോ അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഓൾമോസ്റ്റ് നാലെന്നാണ് ഞാൻ ഓർക്കുന്നത്, 4 സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യും. അതായത് അവർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആലോചിക്കാമല്ലോ എത്ര സ്പീഡിലാണ് ഇതിൻ്റെ സമൂഹത്തിൽ കാണപ്പെടുന്നതെന്നുള്ളത്. അപകടകരമായിട്ടുള്ള മുഴകൾ നമുക്ക് തന്നെ സ്വയം പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇതിലെപ്പോഴാണ് ഈ മുഴ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം എന്നൊരു കണ്ടീഷൻ വരുന്നത്? അപ്പം സ്ത്രീകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ് ബ്രസ്റ്റിൽ വരുള്ളൂ. അതായത് ഇറ്റ്സ് നോട്ട് ഒരു ഡോക്ടർക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്നുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ഇല്ല. അതായത് മനസ്സിലാവും. പക്ഷേ എല്ലാ മുഴകളും ക്യാൻസർ ആവില്ല. അതാണ് നമുക്ക് വേർതിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ക്യാൻസർ മുഴകളെ കൂടുതലും അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കട്ടി നല്ല ഹാർഡായിരിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തിൽ ഈ കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നെറ്റിയിൽ തൊടുമ്പോഴുള്ള ആ ഒരു കട്ടിയില്ലേ, അതുപോലെ ഇരിക്കും ക്യാൻസർ മുഴകൾ. എന്നാൽ മറ്റു മുഴകൾ എത്രയും ഹാർഡായിട്ട് വരില്ല. പിന്നെ ബ്രസ്റ്റിൽ ഉറച്ചിരിക്കുന്ന ടൈപ്പായിരിക്കും ക്യാൻസർ മുഴകൾ. അത് നമ്മൾ ബ്രസ്റ്റിൻ്റെ ഒപ്പം അനക്കാൻ ശ്രമിച്ചാലും അതിൽ വലിയ അനക്കം വരത്തില്ല, ബ്രസ്റ്റിൻ്റെ ഒപ്പം അത് മൂവ് ചെയ്യില്ല എന്നുള്ളതും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതൽ ഈ ലക്ഷണങ്ങളിലൊക്കെയാണ്. പക്ഷെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യണോ? അതിനു മുൻപ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രേണു സുധി പുള്ളിക്കാരിയുടെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടീഷനെ കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കി വരികയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മുഴ ഞാൻ കണ്ടിരുന്നു. അന്ന് ഡോക്ടർ പ്രശ്നമൊന്നും പറഞ്ഞില്ല, പക്ഷേ റുട്ടീൻ ചെക്കപ്പ് വേണം എന്ന് പറഞ്ഞിരുന്നു. അത് ഒഴിവാക്കി പിന്നീടാണ് ഈ ഒരു ചെക്കപ്പിലേക്കൊക്കെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 10-15 വർഷങ്ങൾ കൊണ്ടേ നിലനിൽക്കുന്ന മുഴ, ഏതെല്ലാം മുഴകളാണ് ക്യാൻസറസ് ആവുന്നത്? അതിൽ തന്നെ വ്യത്യാസമുണ്ടോ? ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ അത് എത്രത്തോളം നമുക്ക് ക്യൂർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഐ തിങ്ക് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ വന്നപ്പോഴാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് വീണ്ടും ഫ്രഷ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ അറിയാനൊക്കെ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ലോങ് സ്റ്റാൻഡിങ്, അതായത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു മുഴ ഒരിക്കലും ക്യാൻസറായി മാറാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഏറ്റവും കീ ഫാക്ടർ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചെറിയൊരു കാലയളവിൽ രൂപപ്പെട്ട് വരുന്നൊരു മുഴ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മുൻപുണ്ടായിരുന്ന മുഴയുടെ അടുത്തായിരിക്കും പുതിയ ചേഞ്ച് വരുന്നത്. പക്ഷെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത് ആ പഴയ നമ്മൾ ഫോളോ അപ്പിൽ വെച്ചിട്ടുള്ള ഒരു ചേഞ്ച് ഇൻ ബ്രസ്റ്റ് ആണല്ലോ. പക്ഷെ ക്യാൻസർ ഒരിക്കലും ഒരു 15 വർഷം 20 വർഷത്തെ കാലയളവിൽ പതുക്കെ വളർന്നുണ്ടാകുന്ന ഒരു അസുഖമല്ല. അത് വളരെ പെട്ടെന്ന് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ക്യാൻസർ ചികിത്സ വളരെ രൂക്ഷമാവുന്നത്. നമ്മൾ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസ്, അതായത് കീമോതെറാപ്പി പോലെയുള്ളത്, അല്ലെങ്കിൽ സർജറി തന്നെയാണെങ്കിലും വളരെ അഡ്വാൻസ്ഡ് ഡിസീസ് ആണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് എടുത്ത് കളയുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പോകേണ്ടി വരുന്നത് ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിലാണ്. അപ്പം നമ്മൾ സ്ത്രീകളെ അഡ്വൈസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ബ്രസ്റ്റിൽ പെട്ടെന്ന് കാണുന്ന വ്യത്യാസങ്ങൾ, ഒരു പക്ഷേ തൊലിപ്പുറത്തായിരിക്കാം, ഒരു പക്ഷേ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കട്ടിക്കുള്ള വ്യത്യാസമായിരിക്കാം, ഒരു പക്ഷേ നിപ്പിൾ ഉള്ളിലോട്ട് വലിഞ്ഞ് ഉറച്ചു നിൽക്കുന്ന പോലത്തെ ചേഞ്ചസ് ആയിരിക്കാം, നിപ്പിളിൽ നിന്ന് രക്തം കലർന്ന ഡിസ്ചാർജോ ദ്രാവകവും വരുന്നതായിരിക്കാം. ഇതൊന്നും സാധാരണ അവർക്കൊരു യൂഷ്വൽ കാര്യമല്ല, അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമല്ല. അത് പുതിയൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അറിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസവും നമ്മൾ ഡിലേ വരുത്താൻ പാടില്ലാത്തൊരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ കേസ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അറിഞ്ഞു, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, യാത്രകൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ ഈ ഒരു ദിവസത്തെ ഡിലേ പോലും ട്രീറ്റ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തുമോ, അല്ലെങ്കിൽ കണ്ടീഷൻസ് മാറ്റുന്നുണ്ടോ? നമുക്ക് ഡയഗ്നോസിന് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇതാണ് രോഗം എന്ന് ഉറപ്പ് വരുത്തുന്നത് ഡെഫിനറ്റ്ലി ബയോപ്സി, അതായത് അതിൽ നിന്നൊരു മാംസകഷ്ണം എടുത്ത് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഏറ്റവും കൂടിയത് 2 months അതിനുള്ളിൽ ചികിത്സ ഇനീഷ്യേറ്റ് ചെയ്യണമെന്നാണ്. 2 months ഒന്നും ശരിക്കും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നിരുന്നാലും ഓരോ ദിവസം കൂടുന്തോറും ആ ഫലം കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം ഈ ക്യാൻസർ വളർന്നുകൊണ്ടേയിരിക്കും. അത് ബ്രസ്റ്റിലും തൊട്ടടുത്തുള്ള കക്ഷത്തെ കഴലകളിലും ബാധിക്കുന്നതിന് പിന്നെയും നമുക്ക്
ക്യൂർ റേറ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാം. പക്ഷെ ഇത് സമയം കൂടുന്തോറും ഇത് മറ്റ് അവയവങ്ങളിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഷ്യന്റിന് ഓക്കെ രോഗമുക്തി അല്ലെങ്കിൽ രോഗം മാറ്റിത്തരാമെന്നുള്ളൊരു രീതിയിൽ നമുക്ക് അവർക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ക്യാൻസർ ലക്കിലി അതായത് ഭാഗ്യവശാൽ മറ്റ് ക്യാൻസേഴ്സിനെ പോലെ അല്ലാതെ നമുക്ക് ഒരു ആഡഡ് സ്റ്റേജും കൂടെ ഉണ്ട്, സ്റ്റേജ് 0. അത് പല ക്യാൻസേഴ്സിനും ഇല്ല. നമ്മൾ സ്റ്റേജ് 1, 2, 3, 4 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റേജ് 4 പലരും സുപരിചിതമാണ്. പക്ഷെ സ്റ്റേജ് 0 എന്നുള്ളൊരു ഗുണകരമായ സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിനുണ്ട്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ മുഴയായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ക്യാൻസറിൻ്റെ ചേഞ്ചസ് മാറിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനാണ് പലപ്പോഴും നമ്മൾ ലക്ഷണങ്ങളില്ലെങ്കിലും ഒരു റുട്ടീനായിട്ട് സ്ക്രീനിങ് എന്നുള്ള ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്നത്. അതായത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാകാൻ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ഘടകങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ആൻഡ് അൾട്രാസൗണ്ട് ചെയ്യണമെന്നാണ്. ഇതിന് മാറൽ മുഴ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം മാമോഗ്രാമിൽ കാണുന്ന ചില ചേഞ്ചസ് നമുക്ക് ബയോപ്സി എടുത്ത് പരിശോധിച്ചാൽ ഒരു പക്ഷേ ക്യാൻസറിൻ്റെ മാറ്റങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് ഇസ് 100% ക്യൂർ. ഓക്കെ. സോ അത് മറ്റ് ക്യാൻസേഴ്സ് നമുക്ക് അത്രയും ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. ഈ സ്റ്റേജിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ ഓൾമോസ്റ്റ് നിയർ നോർമൽ ലൈഫ്, അതായത് അവർ ഇന്ന് വരെ ഇത് അറിയുന്നതിന് മുൻപ് വരെ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനുള്ളൊരു സാധ്യത നമുക്ക് അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. പക്ഷേ അഡ്വാൻസ് സ്റ്റേജ്, ഓരോ സ്റ്റേജ് പടിപടിയായി കയറിപ്പോകുന്ന, അതായത് പല ഇത് വ്യാപിച്ച് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് അത്രയും ഗ്യാരണ്ടി, എല്ലാവരും പ്രതീക്ഷിക്കുന്ന അതാണല്ലോ, അത് പേടിച്ചിട്ടും പലരും ഡിലേ ചെയ്യാറുണ്ട് അങ്ങനെ ആയാലോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഗുണം അവർക്കുണ്ട്. ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളാണോ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, അതോ നമ്മുടെ ലൈഫ് സ്റ്റൈലാണോ? എന്താണ് അതിന് കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്? ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ വെറും 5 തൊട്ട് 10% ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് മാത്രമേ അങ്ങനെ ഒരു കോറിലേഷൻ ഉള്ളൂ. അതായത് അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നത് വെറും 5 തൊട്ട് 10% വരെയുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സിനേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ സെലിബ്രിറ്റി ആഞ്ചലീന ജോലിയുടെ ഒരു ഉദാഹരണമാണ് എല്ലാവരും എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് ഈ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പിന്നിൽ അവർ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങളായിരുന്നു 2 ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, ഓവറീസ് നീക്കം ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് ഇപ്പോഴത്തെ സ്റ്റഡീസിൽ അത് ഒത്തിരി അങ്ങോട്ട് എംഫസൈസ് ചെയ്യുന്നില്ല. ജനിതകമായിട്ടുള്ള കാരണം, ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം വളരെ കുറവാണ്. പക്ഷേ അതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 90-95% സ്ത്രീകളിലും ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ക്യാൻസറിനെ കൂടിപ്പോയാൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് ഈസി ആയിട്ടുള്ള ചികിത്സയിലൂടെ കടത്തിവിട്ട് രക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണുന്ന ഒരു ക്യാൻസർ, അല്ലെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പോൾ നമ്മൾ ആ രോഗത്തെ നേരിടേണ്ടത് ഏത് തരത്തിലാണ്? കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇപ്പം ഇതിൽ കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിലും ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ എന്നല്ല മുൻപ് തൊട്ട് പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എന്നിരുന്നാലും മെജോറിറ്റി ആയിട്ടുള്ളത് സ്ത്രീകളായതുകൊണ്ട് അവരെ പറ്റി പറയാം. ഈ വ്യത്യാസങ്ങൾ മറ്റൊരു ലാബോ മാമോഗ്രാമോ എന്തും കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ മിക്ക സ്ത്രീകൾക്കും മനസ്സിലാവും വ്യത്യാസമുണ്ട്. അപ്പം അവരിൽ ഉണ്ടാകാവുന്ന ആകാംക്ഷ, അതായത് ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കീമോതെറാപ്പി എടുക്കേണ്ടി വന്നു, നാട്ടുകാരെന്ത് പറയും, എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും, ഹസ്ബൻഡിനെ ഓഫീസിലോട്ട് വിടാൻ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആകാംക്ഷ കാരണം പലപ്പോഴും കൃത്യസമയത്ത് ഇവരിത് ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ വീട്ടിൽ പോലും ഇത് സംസാരിക്കാറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന എന്താ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തുടർന്നും ചെയ്യണം. അതാണല്ലോ പ്രയോറിറ്റി. ആർക്കും അതല്ലേ ആഗ്രഹം. അതായത് ഇന്ന് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളായാലും ജോലിയുള്ളവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും അവർക്കത് മുടക്കം കൂടാതെ മുന്നോട്ട് പോകണം. പക്ഷേ ഈ അസുഖം നീട്ടിക്കൊണ്ടുപോയി ഏർലി സ്റ്റേജിലോട്ട് കയറുമ്പോൾ പിന്നെ അതിന് ആ കാര്യം ഡോക്ടർക്കോ ഇന്നുള്ള അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനോ അതിനൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടെൻഷനുണ്ട്, നിങ്ങൾക്ക് ഇത് എന്താവും എന്നുള്ളതെല്ലാം ടെൻഷനുണ്ട്, അത് വളരെ നാച്ചുറലാണ്. മിക്ക ഫാമിലീസിനും ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞുകൂടാ. എല്ലാവരും അങ്ങ് പേടിക്കും. കാരണം
ഒരു പക്ഷേ അവരുടെ പല സാഹചര്യങ്ങളും അവർ കണ്ടിട്ടുള്ള ക്യാൻസർ പേഷ്യൻസ് വളരെ അവശരാണ്. അതായത് ഇപ്പോൾ ഒരു കീമോ കഴിഞ്ഞ് വളരെ അവശതയോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ സർജറി വളരെ റാഡിക്കലായിട്ടൊരു സർജറി കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ബ്രസ്റ്റൊക്കെ ശരീരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഓർഗനായിരുന്നു. അത് പോകുമ്പോൾ അത് ഭയങ്കര ഒബ്വിയസ് ആണ്. അപ്പോൾ കയ്യോ കാലോ മുറിഞ്ഞു പോകുന്ന പോലെ തന്നെയാണ് ഒരു ഡീഫോമിറ്റി അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കണ്ട് ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും, അതായത് ക്യാൻസർ ആണെങ്കിൽ തന്നെയും അവർക്ക് ഡീഫോമിറ്റി ഒന്നും ഇല്ലാതെ മാറി കളയാതെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് പോലും 2 വർഷം കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അവരെ ചികിത്സിച്ച് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഈ പേടി മാറണം. അത് വളരെ സമയമെടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇതിന് ശബ്ദം കൊടുക്കുന്നത് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകളാണ്. അതായത് ചികിത്സ മുഴുവൻ ചെയ്ത് കറക്റ്റ് സമയത്ത് ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്ത് പറഞ്ഞ് അതേപോലെ ഒരു തെറ്റും കൂടാതെ എല്ലാം ചെയ്ത് നല്ല ഫാമിലി സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് ഇവരെ കാണുമ്പം ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ് അവർക്ക്. ആ ഗ്ലോ ഉണ്ട് അവരുടെ മുഖത്ത്. അവരാണ് ശരിക്കും ഇതിൻ്റെ വോയിസ്. അതായത് ക്യാൻസർ സർവൈവേഴ്സ് ഓർ വാരിയേഴ്സ്, ദേ ആർ ദ വോയിസ്, ദേ ആർ ദ റീഅഷ്യൂറൻസ്. അതായത് ഞങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയി, പ്രശ്നം ഇത്തിരി ഉണ്ടായിരുന്നു, ശരിയാ, ഇറ്റ് വാസ് നോട്ട് ഈസി, ബട്ട് ലുക്ക് അറ്റ് അസ് നൗ, ഐ എം ഡൂയിങ് എവറിത്തിങ്. ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള ഉറപ്പ് കൊടുക്കാൻ അവരെ കൊണ്ടേ പറ്റൂ. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു OP മുറിയാണ്, അതിനകത്ത് പരിമിതികളുണ്ട്, നമുക്ക് ഒരുപാട് ഇമോഷണലായിട്ട് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല, അവർ ഭയങ്കര മെൻ്റലി വീക്കായി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അവരെ റീഅഷ്യൂർ ചെയ്യുന്നത് ഇവരിലൂടെയാണ്. ഇങ്ങനെ അവർ ദേ ആർ ഹാപ്പി ടു ടോക്ക് ഓൾസോ. അതായത് ഇപ്പം ഈ ചികിത്സ കഴിഞ്ഞ് നമ്മുടെ OP ചെക്കപ്പിനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ അവർ പോയി സംസാരിക്കും. അവർ പറയും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, ഇതൊന്നും ഒന്നുമില്ല, കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്തിനാ റിയാലിറ്റിയാ സംസാരിക്കുള്ളൂ. ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഒരു സർവൈവർഷിപ്പ് നെറ്റ്വർക്ക് എപ്പോഴും വേണം. മറ്റുള്ളവർക്ക് പറയാൻ ഒരു വേദി. അതായത് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ട്, സാരില്ല, പക്ഷെ ഇത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കില്ല എന്നുള്ളത്. ബ്രസ്റ്റ് മാറ്റുന്നു, ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നു, ഇതാണ് കോമൺലി നമുക്ക് അറിയാവുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ. അപ്പോൾ ഇതല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചികിത്സാ രീതികൾ വന്നിട്ടുണ്ടോ? എന്തെല്ലാം തരത്തിലാണ് ചികിത്സകൾ ഉള്ളത്? പുതിയ ചികിത്സ എന്ന് പറയാനില്ല. കാരണം 80കൾ മുതൽ മാറി കളയാതെ ഓപ്പറേഷനിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി ക്യാൻസറിനെ എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിൻ്റെ റിസർച്ച് നടന്ന് അതിനനുസരിച്ച് ചികിത്സാ രീതികൾ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതാണ്, നമ്മൾ എന്ത് ചെറിയ മുഴയാണെങ്കിലും വലിയ മുഴയാണെങ്കിലും മാറ് മൊത്തത്തോടെ എടുത്ത് കളയുക. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന തെറാപ്പി, അതായത് കീമോ ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല പണ്ട്. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ മാറിലൊരു മുഴ അത് ക്യാൻസർ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ എത്രത്തോളം നോർമൽ ശരീരഘടന റീറ്റെയിൻ ചെയ്ത് ആ പേഷ്യൻറ്റിനെ ക്യാൻസർ അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിന് ഈ ഓൺകോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ അഞ്ജലി ചോദിച്ച പോലെ ഇംപ്ലാന്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ശരിയാ, ക്യാൻസർ പേഷ്യൻസിന് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അത് സ്പെസിഫിക് പേഷ്യൻസ് ആണ്, എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ക്യാൻസർ ബ്രസ്റ്റിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മാറി വെക്കാൻ യാതൊരുവിധ ഓപ്ഷനും ഇല്ല. നമുക്കത് എടുത്ത് കളഞ്ഞാലേ പേഷ്യൻറ്റിനെ സേഫായിട്ട് ഡിസീസിന് ഒരു ക്യൂർ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മുക്തി കിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് മാറെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാറെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു പഴഞ്ചൻ ഇത് അങ്ങനെ പറയാനേ പറ്റില്ല. ഈ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സർജറി തീരുമാനിക്കുന്നത്. അപ്പം മാറെടുത്ത് കളയേണ്ടതായിട്ട് ചിലർക്ക് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് എന്താ പറയുക, മ്യൂട്ടിലേഷൻ എന്നൊക്കെ പറയില്ല, അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇംപ്ലാന്റിൻ്റെ സഹായം ഉപയോഗിക്കാം, സിലിക്കോൺ ഇംപ്ലാന്റ്സ്. അതല്ല, നമുക്ക് കോസ്റ്റ് ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്ക് സ്വന്തം ശരീരത്തിലെ മസിൽ തന്നെ റീപൊസിഷൻ ചെയ്ത് ബ്രസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇതൊക്കെ ബ്രസ്റ്റിൻ്റെ അറ്റ്ലീസ്റ്റ് മോർ ദാൻ ഹാഫ് അല്ലെങ്കിൽ മുഴുവൻ ബ്രസ്റ്റ് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇംപ്ലാന്റ് എന്നുള്ളൊരു കാര്യം ഇതിലോട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലോട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം പേഷ്യൻ്റെ ശരീരത്തിൽ തന്നെയുള്ള കൊഴുപ്പോ അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് നല്ല വോളിയം ഉള്ള ബ്രസ്റ്റ് ആണെങ്കിൽ ആ ബ്രസ്റ്റ് തന്നെ റീമോഡൽ ചെയ്തിട്ടോ നമുക്ക് ആ ക്യാൻസർ മുഴ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴി അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇംപ്ലാന്റ് തന്നെ പലതരത്തിലുള്ള ഇംപ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് വയ്ക്കുന്ന പല രീതികൾ നമ്മളിന്ന് മനസ്സിലാക്കുന്നു. ഇത് ഓപ്പറേഷൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാമാണ് ഇപ്പോൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത് വേണ്ടി വന്നു കഴിഞ്ഞാൽ? നമ്മുടെ ബ്രസ്റ്റിൻ്റെ പുറകിലായിട്ട്
ഒരു മസിലുണ്ട്, നമ്മൾ ചെസ്റ്റ് മസിൽ എന്നൊക്കെ സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ പറയും. ഇറ്റ്സ് കോൾഡ് പെക്ട്രാലിസ് മേജർ. ഓക്കെ. അപ്പം ഈ മസിലാണ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കീഴായിട്ടോ നമുക്ക് ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം. സോ ദാറ്റ് അതിനൊരു ആവരണം പോലെ ഒരു കവർ, സ്കിന്ന് മാത്രമല്ലാതെ ഒരു കവറും കൂടെ കൊടുത്ത് സബ്പെക്ടറൽ ഓർ പ്രീപെക്ടറൽ ആയിട്ട് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം. പക്ഷെ അത് ബ്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതായത് നമുക്ക് ഒരു ഷെല്ല് പോലെ ബ്രസ്റ്റിൻ്റെ തൊലി മാത്രം നിർത്തുന്നു, പക്ഷെ അടിയിൽ ബ്രസ്റ്റിൻ്റെ ഗ്രന്ഥികളെല്ലാം നമ്മൾ ക്യാൻസറിൻ്റെ കാരണം നീക്കം ചെയ്തു എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പാണ്, അവിടെ ഒരു ഗർത്തമാണ്, നമുക്ക് ഉള്ളിൽ ബ്രസ്റ്റിൻ്റെ ഗ്രന്ഥികളില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. ആൻഡ് അത് പല ബോഡി ടൈപ്പ് നോക്കിയിട്ടാണ്. കാരണം അവരുടെ ശരീരത്തിൻ്റെ നാച്ചുറൽ ഷേപ്പിലുള്ള നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഷേപ്പിലേ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് അവരുടെ ബോഡിയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വട്ടം, അതായത് ഡയമീറ്ററോ പ്രൊജക്ഷനോ ഒക്കെ നോക്കി ഇംപ്ലാന്റ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്നെവിടെയോ കേട്ടതുപോലെ, ശരിക്കും അത് അങ്ങനെ തന്നെയാണോ? ദാറ്റ് ഈസ് രണ്ട് കാര്യങ്ങളാണ് അതിൽ. മുലയൂട്ടുന്നതിലൂടെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാവുന്ന റിസ്ക് കുറയും, എന്നാൽ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാം. ഓക്കെ. സോ ഇത് രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്, രണ്ട് വേറെ വേറെ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ ഈസ്ട്രജൻ്റെ ഒരു ബ്രേക്ക് ഇല്ലാത്ത എക്സ്പോഷർ, അതായത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത ഒരവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസ്ട്രജൻ ഒരിക്കലും നിർത്തുന്നില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനൊരു ബ്രേക്ക് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിന് അതിനെ എക്സ്പോസ് ചെയ്യും. അതൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഭാവിയിൽ ഉണ്ടാകാനുള്ള റിസ്ക് മറ്റ് സ്ത്രീകൾ, അതായത് ഇതെല്ലാം ചെയ്യുന്ന സ്ത്രീകളെ വെച്ച് കുറച്ച് കൂട്ടും. അപ്പം അതുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ള അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റ് സ്ത്രീകളിൽ നിന്നും കുറവാണെന്ന് പറയുന്നത്. ഇത് കുറച്ചൊരു പ്രൊട്ടക്റ്റീവാണ്. വേറെ പ്രഗ്നൻസിയുടെ ഇടയിൽ പലർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ് എല്ലാം ചെയ്യുന്നതിൻ്റെ അസ്വസ്ഥതയെല്ലാം ഉള്ളപ്പം പലരും അത് ശ്രദ്ധിക്കാതെ തന്നെ ചിലപ്പം കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ട് ആൾക്കാർ. ഓക്കെ. പുരുഷന്മാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം അല്ലേ? വരാം. അങ്ങനെ കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതൊരു റയർ എൻറ്റിറ്റി എന്ന് പറയാൻ പറ്റില്ല, അതൊരു സാധാരണ കാര്യമായിട്ട് തന്നെ ഇനി ഉൾക്കൊണ്ട് തുടങ്ങേണ്ട കാലമായി. ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ത്രീകൾ എപ്പോഴും മാറിലുള്ള എന്ത് ചേഞ്ചസ്, ചിലപ്പോൾ വേദനയായിരിക്കും, ചിലപ്പോൾ ഒരു ഭാഗത്ത് കട്ടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തൊലിയുമുള്ള ഈവൺ ഒരു ചൊറിച്ചിൽ വന്നാൽ പോലും സ്ത്രീകൾ പെട്ടെന്ന് ആകാംക്ഷ കയറാണ്, ഇത് ക്യാൻസർ ആണോ എന്നുള്ള ഒരു ഓറിയന്റേഷൻ അവർക്കുണ്ട്, അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഇനി എന്താണ് അറ്റ്ലീസ്റ്റ് പേടി കൊണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്തോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ഒന്ന് ചെന്ന് ഒന്ന് ക്ലിയർ ആക്കും, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല, ഇവരിത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ദേഹത്ത് നെഞ്ചിൻ്റെ അവിടെ ആയിട്ട് ഒരു കട്ടി വരുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ നിപ്പിളൊന്ന് അനക്കം കുറഞ്ഞ് ഫിക്സായി നിൽക്കുന്നതൊന്നും പലരും ക്യാൻസർ എന്നുള്ളൊരു വാക്ക് അവരുടെ മനസ്സിൽ വരില്ല, അവരത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ പ്രസന്റ് ചെയ്യുന്നത് മിക്കവാറും കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജിലാണ്. അത് പിന്നെ അവർക്ക് ജനറ്റിക് ആയിട്ട് ഈ ക്യാൻസർ ഉണ്ടാകാവുന്ന ചാൻസും ആണുങ്ങൾക്ക് കൂടുതലാണ്. അപ്പം അവരോടും നമുക്ക് പറയാനുള്ളത് ഇതാണ്, എന്തെങ്കിലും ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി വന്ന് ചെക്കപ്പ് ചെയ്യണം. പിന്നെ അവർക്ക് ബോഡി ഹെയർ ഉണ്ടെങ്കിൽ ചെസ്റ്റിലൊക്കെ കവറായി നിൽക്കും, ഇതൊന്നും അവർക്ക് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാവില്ല. സ്ത്രീകളെ പോലെ അത്രയും ക്ലീൻ ആയിട്ട് അവർക്കത് മനസ്സിലാവില്ല. അപ്പം അവർ വരുന്ന സ്റ്റേജ് മിക്കതും അഡ്വാൻസ് സ്റ്റേജിൽ, ചിലപ്പം അവിടെ സ്കിന്നെല്ലാം പൊട്ടുന്ന ഒരു സമയത്തായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെ ഒരു മുഴ അകത്തുണ്ടായിരുന്നല്ലോ. സോ ദെൻ ദേ എൻഡ് അപ്പ് ഇൻ ഹയർ സ്റ്റേജസ്. ഓക്കെ. ഇപ്പോൾ പീരിയഡ്സ് ടൈമിൽ നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് ദൃഢമാകുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പെയിൻ തന്നെ പറയുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഏതാണ് എന്തായാലും ഞാൻ ഡോക്ടറെ കാണിച്ചേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷൻ? നോർമലി ഇത് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത്, എന്തുകൊണ്ടാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? പെയിൻ അങ്ങനെ പേടിക്കണ്ട. കാരണം ഇത് പീരിയഡ്സ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പീരിയഡ്സ് വരുന്നതിന് 2 ആഴ്ച മുൻപൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. അപ്പം അത് എല്ലാ തവണയും കഴിഞ്ഞ മാസത്തെ പോലെ ഒരേ ഭാഗത്ത് തന്നെ വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാവണമെന്നില്ല, അത് മാറി മാറി വരാം. കൂടുതലും ഈ ഈസ്ട്രജന്റെ ഇഫക്റ്റ് കാരണമാണ് ബ്രസ്റ്റിൽ ഈ ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഇതിന്റെ കോറിലേഷൻ നോക്കുക. അതായത് പീരിയഡ് കഴിയുമ്പം മിക്ക സ്ത്രീകളിലും ഇതുപോലെയുള്ള ഈ ഒരു അവസ്ഥയുള്ള സ്ത്രീകൾക്ക് പീരിയഡ്സ് കഴിയുന്നതോടുകൂടി ഈ ബുദ്ധിമുട്ട് അങ്ങ് അവസാനിക്കും. ചിലർ വളരെ സിവിയർ ആയിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന
ഇരിക്കുന്നവരുണ്ട്. നമ്മളത് കൊച്ചാക്കി കാണാൻ പറ്റില്ല. പലർക്കും അത് ചെറിയൊരു സാധാരണ അസ്വസ്ഥതയായി അങ്ങ് മാറും. മറ്റുള്ളവർക്ക് ചിലപ്പം കുളിക്കാൻ നേരത്ത് വെള്ളം വീണാൽ പോലും അവർക്കത് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ളവരോട് നമ്മൾ കൊടുക്കുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ്. കാരണം ഇതൊരു ഹോർമോണൽ ചേഞ്ച്, അതൊരു അസുഖമല്ല. നമുക്ക് ഒരു അസുഖം സർജറി ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് ബുദ്ധിമുട്ടുള്ള ഭാഗം മുറിച്ച് മാറ്റുക എന്നുള്ള കാര്യങ്ങൾക്കുള്ളത് ഒരു കേടുള്ളൊരു കാര്യമല്ല. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതിയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് വെൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാ ഉപയോഗിക്കുക, കൂടുതൽ അനക്കവും കുലുക്കവും തട്ടാത്ത പോലെ. പിന്നെ ഈ സമയത്ത് വൈറ്റമിൻ ഇ ഒക്കെ കൊടുക്കുന്ന ഒരു മെത്തേഡുണ്ട്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ക്യാപ്സ്യൂള് പോലെ. പക്ഷെ ഇതിലൊന്നും വലിയ ശാശ്വതമായിട്ടുള്ള ഒരു, കാരണം ഒരു അസുഖമാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാം, അസുഖമല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതിന് കുറെ നമ്മൾ ഡയറ്റിൽ വ്യത്യാസം വരുത്താൻ പറയും, കോഫി അവോയ്ഡ് ചെയ്യാൻ പറയും, സ്ട്രെസ് കുറയ്ക്കാൻ പറയും. ഇതൊക്കെ ചിലരിൽ ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. ആൻഡ് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. അപ്പം പെയിൻ എപ്പോഴാണ് ഡോക്ടറെ കാണണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടും നമുക്ക് ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെയിൻ ഉണ്ടെങ്കിൽ വരൂ, നമുക്ക് നോക്കാം. കാരണം ചിലപ്പം ഇതെന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നതുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്താലേ അറിയുള്ളൂ. പക്ഷെ ഓൺ എ ഹോൾ ലൈക്ക് എ ബിഗ് പിക്ചർ നമ്മൾ ഈ പീരിയഡിനോട് മുന്നേ ആയിട്ട് വരുന്ന പെയിനൊന്നും ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, മുതിർന്ന സ്ത്രീകളിൽ വരുന്ന ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പൊതുവേ നമ്മുടെ ഒരു ധാരണ. ഈസ്ട്രോജൻ്റെ അഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ കുട്ടികളിലും അതുണ്ടാകില്ലേ എന്ന് എനിക്ക് വെറുതെ ഒരു തോന്നലാണേ. അപ്പോൾ അത് ചെറിയ കുട്ടികളിലും വരാൻ സാധ്യതയുണ്ടോ ബ്രസ്റ്റ് ക്യാൻസർ? ചെറിയ കുട്ടികളിലല്ല, ബേസിക്കലി നമുക്ക് ഇന്ത്യൻ സിനേറിയോ ഇസ് വെരി ഡിഫറെൻറ്റ്. നമുക്ക് കാണുന്നത് കൂടുതലും യങ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് നമുക്ക് കണ്ടു തുടങ്ങുന്നത്. വയസ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് വരുന്ന ക്യാൻസേഴ്സ് ഒരു കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ യങ് ഗേൾസിൽ വരുന്ന ക്യാൻസേഴ്സും അത്ര റെയർ അല്ല, ഒരുപാടുണ്ട് ഇപ്പം. ഓക്കെ,